ചേലക്കരയിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടുകൂടി മുന്നണികളെല്ലാം ഈ കണക്കുകൾ കൂട്ടിക്കിഴിച്ച് ഈ വിജയസാധ്യതകളെല്ലാം പരിശോധിക്കുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള UR പ്രദീപാണ്. അദ്ദേഹത്തോടൊപ്പം കുടുംബമുണ്ട്. കഴിഞ്ഞ ഒരു മാസം നീണ്ടു നിന്ന പ്രചരണം, അതോടൊപ്പം തന്നെ വോട്ടെടുപ്പ് എല്ലാം കഴിഞ്ഞ ഒരു മാസം അല്ല, ഏകദേശം ഒരു മാസത്തിൽ തിരക്കായിരുന്നു. എങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു വിലയിരുത്തൽ? ഈ പണി നമുക്ക് താഴെത്തട്ടിൽ പണിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണിയെടുത്തത് ഇടതുപക്ഷ ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ അവർ പ്രവർത്തകർ പണിയെടുത്തതിൻ്റെ ഒരു ഫലം കാണും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല പോലെ തന്നെ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല. ഈ ആളെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ ഒരു മാസം അല്ലേ? അതെ അതെ ഇലക്ഷൻ്റെ ബന്ധിച്ച് നല്ല തിരക്കായിരുന്നു. പിന്നെ അല്ലെങ്കിലും മുന്നേയും പാരമായിട്ട് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇട്ട് തിരക്ക് തന്നെയാണ്. ആളെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് വീട്ടിലൊക്കെ. ഇന്നലെ പിറന്നാൾ ദിവസമായിരുന്നു. പിറന്നാൾ ദിവസമാണ് ഈ വോട്ടെടുപ്പ്. പക്ഷെ ആരും അറിഞ്ഞില്ല. വൈകുന്നേരം ഒരു കേക്ക് മുറിച്ച സമയത്താണ് ഞങ്ങൾ ഉൾപ്പെടെ അറിഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ആ ദിവസമായിരുന്നു വോട്ടെടുപ്പ്? വിജയ പ്രതീക്ഷയുണ്ടോ? പിന്നെന്താ, തീർച്ചയായും ഉണ്ട്. നല്ല വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അച്ഛനെ കണ്ടിരുന്നോ ഈ ഇലക്ഷൻ സമയത്തൊക്കെ? കാണാൻ പറ്റാറില്ല, സംസാരിക്കാനും പറ്റാറില്ല. അങ്ങനെ രാത്രി ലേറ്റായിട്ട് വരും, പിന്നെ രാവിലെ നേരത്തെ പോവും. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ. ഈ മോനെങ്ങനെ അച്ഛൻ വിജയിക്കുന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. ഇലക്ഷനൊക്കെ ആയിട്ട് തിരക്കായപ്പോഴത്തേക്കും സങ്കടമായോ? പിന്നെ അങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ, പിന്നെ അത് ഒത്തിരി വിഷമായി. പിന്നെ പണ്ട് അച്ഛൻ നിന്നിട്ടുണ്ടല്ലോ, അതായിട്ട് പിന്നെ പൊരുത്തപ്പെട്ടു. എൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഇന്നലെ EP ജയരാജൻ്റെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനൊരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നു ഇന്നലെ വോട്ടെടുപ്പ്. എങ്ങനെയാണൊരു ഭയപ്പാടുണ്ടോ? അതിൻ്റെ ഇപ്പോൾ ഒരു കാര്യം, ഞാൻ ഇന്നലെ സത്യത്തിൽ ഇവള് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് പുറത്തുള്ള ആളുകൾ അറിഞ്ഞത് എൻ്റെ പിറന്നാളെന്ന്. പിറന്നാൾ സാധാരണ ശ്രദ്ധിക്കാറില്ല. ഇവിടെ എവിടേക്ക് എപ്പോഴെങ്കിലും മധുരം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അന്ന് നിങ്ങളുടെ പിറന്നാളെന്ന് പറയുമ്പോഴാണ് അന്ന് അറിയത്. ഇന്നലെ കേക്ക് മുറിച്ചത് ഈ സ്റ്റാറ്റസ് കണ്ട ഒരു പ്രവർത്തകർ വന്നിട്ട് അവർ പറഞ്ഞ് അവിടെ വെച്ച് ഒരു കേക്ക് കൊണ്ടുവന്നപ്പോഴാണ് നമ്മളത് അറിയുന്നത്. അങ്ങനെ കേക്ക് അതിൽ അത് അങ്ങനെ നമ്മളത് ആഘോഷിക്കാറോ വേറെ ഒന്നും ചെയ്യാറില്ല. മറ്റൊന്ന്, ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ EP വിഷയം ആയി ബന്ധപ്പെട്ട് ഈ സാധാരണ എനിക്ക് മാധ്യമങ്ങളോട് വളരെ ബഹുമാനം ഉണ്ടായിരുന്നപ്പോൾ കുറഞ്ഞു തുടങ്ങി. കാരണം ഞാൻ നിങ്ങളെ വെച്ചിട്ട് പറയുന്നതല്ല കേട്ടോ. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ പോലും അറിയാത്തൊരു വാർത്ത മീഡിയാസ് നല്ലപോലെ വിട്ടായിരുന്നു. അത് എൻ്റെ ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതൽ എല്ലാ ദിവസവും എന്നോട് സംസാരിക്കുന്ന മീഡിയാസ് ഒരു മുട്ടുസൂചി അളവ് പോലും ഞാനതിനെ അദ്ദേഹത്തിനെതിരായിട്ട് അല്ലെങ്കിൽ രാധാകൃഷ്ണൻ സഖാവിനെതിരായിട്ട് ഞാൻ ഒരു വാക്കും പറഞ്ഞില്ല. അതേക്കുറിച്ച് കൂടെ ഉണ്ട്, കുടുംബാംഗത്തെ പോലെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു കണ്ടപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നൊരു തോന്നിപ്പോയി. അങ്ങനെ തോന്നിയ വിഷയത്തിന് ശേഷം ഞങ്ങളത് സാധാരണ രീതിയിൽ തന്നെ ബാക്കി ദിവസങ്ങളൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നു, അദ്ദേഹത്തിന് തിരിച്ചു ഞങ്ങൾ ഒരുമിച്ച് പര്യടനം നടത്തുന്നതെല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിരുന്നു. അതോടെ ജനം അത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഇന്നലത്തെ വാർത്തയും EP ജയരാജൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. കാലത്ത് കൃത്യം 8 മണിക്ക് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ആ പോളിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പുറത്ത് വന്നു. പിന്നെ EP ജയരാജൻ സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അത് ബന്ധപ്പെട്ട DC ബുക്സിൻ്റെയും ഒരു വന്നു. വന്നിട്ട് ഈ സാധനം പിന്നെയും പോളിംഗ് കഴിയുന്നവരെ വന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല, എന്നാലും കേട്ടത് വന്നത്. അങ്ങനെ ഉണ്ടെച്ചെങ്കിൽ അതിന് നമ്മളിത് എന്തായാലും പറയുക. അപ്പോൾ ജനം അത് ആ അർത്ഥത്തിൽ തന്നെ അത് കണ്ടിട്ട് തന്നെ തെളിഞ്ഞു. ഇപ്പോൾ UR പ്രദീപ് പറഞ്ഞിട്ടും 11 മണി വരെ ആ വാർത്തയെ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കണം. അത് പ്രതിഫലിക്കാൻ സാധ്യതയില്ല. ഇല്ല തന്നെയാണ് എനിക്കത് പറയാനുള്ളത്. ചേലക്കരയിൽ അത് ബാധിക്കില്ല തന്നെയാണ് എനിക്കറിയുന്നത്. ജനം UR പ്രദീപിനെ കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. UR പ്രദീപ് നടത്തിയ പ്രവർത്തനം ഈ നാടിന് നല്ലപോലെ മുമ്പിലുണ്ട്. ആ പ്രവർത്തനം ഇനിയും ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് അവിടെ. ഭൂരിപക്ഷം എത്രത്തോളമായിരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടോ? ഭൂരിപക്ഷം ഞാൻ ഇന്നലെ നേരം വഴുകി അവിടുത്തെ ചില ബൂത്ത് പോളിംഗ് കഴിഞ്ഞതുകൊണ്ട് അവിടുത്തെ കണക്കും കൂടെ കിട്ടി പാർട്ടി കേന്ദ്രത്തിൽ ഇതുപോലെ കണക്കൂട്ടൽ നടത്തി കഴിയാൻ നേരെ വഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി എനിക്ക് ചിലപ്പോൾ അത് വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പാർട്ടി കേന്ദ്രത്തിൽ അത് ഔദ്യോഗിക നമ്മളോട് പറയും. 23-നാണ് വോട്ടെണ്ണൽ. അതുവരെയുള്ള ദിവസത്തെ റൊട്ടീൻ എങ്ങനെയാണ്? സാധാരണ പോലെ തന്നെയാണ് എൻ്റെ ജീവിതം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇഴുകി ചേർന്ന് പോയി. അപ്പോൾ അത് ഇന്നിപ്പോൾ ഉച്ചവരെ ഒരു റെസ്റ്റ് കിട്ടിയാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പോകണം. ഇന്ന് എന്തായാലും ഉറപ്പാണ് ഏതെങ്കിലും മരണം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിക്കുക, അപ്പോൾ അങ്ങോട്ട് ഓടിയെത്തുക. ഇത് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ ഒന്ന് ഇടപെടുക, ഇതെല്ലാം മാത്രമേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പോവും. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപും കുടുംബവും എല്ലാം ഉള്ളത്. പതിവ് തിരക്കിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് സ്ഥാനാർത്ഥി. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24.